ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता शिवशाखान्वितं हे कृष्णा करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। ശ്രീമദ് ഭഗവത്ഗീത മൂന്നാമത്തെ അധ്യായം 22ാമത്തെ ശ്ലോകം അല്ലേ? അല്ലേ? ശ്ലോകം 42 ആണ്. ചാപ്റ്റർ 2 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായി, കളഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, ശരി. 42 കഴിഞ്ഞു, ഇനി 43. 43 അല്ലേ? അതെ, അത് പ്രഭു 43. മാർക്ക് ചെയ്ത് വെച്ചായിരിക്കും. Okay, 43. Okay, മാർക്ക് ചെയ്യുന്നത്. एवं बुद्धे परं बुद्ध्वा संस्थाभ्यात्मानमात्मना जहि शत्रुं महाबाहो कामरूपं दुरासदम्। एवं बुद्धे परं बुद्ध्वा संस्थाभ्यात्मानमात्मना जहि शत्रुं महाबाहो कामरूपं दुरासदम्. विनोदिनी माताजी. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 43. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഗീതാ മാതാജി വിവർത്തനമായി. ഹരേ കൃഷ്ണ. മഹാബാഹോ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും കൃഷ്ണാവബോധം ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അദമ്യനായ കാമമെന്ന ശത്രുവിനെ കീഴടക്കുക. Very good. Thus, knowing oneself to be transcendental to the material senses, mind and intelligence. O mighty armed Arjuna, one should steady the mind by deliberate spiritual intelligence, Krishna consciousness, and thus by spiritual strength conquer this insatiable enemy known as lust. കാമത്തിനെ, മറ്റ് ഇന്ദ്രിയങ്ങളെ എങ്ങനെ നമുക്ക് നമ്മുടെ സംയമനത്തിൽ, നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ശരീരമല്ല, നമ്മുടെ ആത്മാവാകുന്നു. ഈ തത്വം തിയറട്ടിക്കലി മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഒരു പ്രാക്ടിക്കൽ ലെവലിൽ നമ്മളത് ജീവിക്കാനും ശ്രമിക്കണം. ഓക്കെ, ഒരു ശാരീരിക അവബോധത്തിലായിരിക്കരുത് നമ്മളുടെ ജീവിതം. നമ്മുടെ ശരീരം ഉണ്ട് തീർച്ചയായിട്ടും, പക്ഷെ അതൊന്നും ഉയരണം എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഉയരണം? ആത്മാവിന്റെ തത്വം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത്. ദസ് നോയിങ് വൺസെൽഫ് ടു ബി ട്രാൻസെൻഡന്റൽ. അപ്പൊ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളല്ല, നമ്മൾ മനസ്സല്ല, നമ്മൾ ഈ ഭൗതിക തലത്തിലുള്ള ബുദ്ധിയല്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സ് ഉപയോഗിച്ചിട്ട് ഡെലിബറേറ്റ്ലി അതിൻ്റെ ആ വിശ്വാസത്തോടെ, ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ. മമ വാംശോ ജീവലോകി ജീവഭൂത സനാതന.
ഇത് അപ്പൊ ഭഗവാൻ ആത്മീയമായിട്ടുള്ള ആ സച്ചിദാനന്ദമാണ്. നമ്മളും ആ ഭഗവാന്റെ അംശമാണ്, സച്ചിദാനന്ദമാണ്. ഇത് എങ്ങനെ മനസ്സിലാക്കണം? ബൈ ഡെലിബറേറ്റ് സ്പിരിച്വൽ ഇന്റലിജൻസ്. അപ്പൊ ഈ സ്പിരിച്വൽ ഇന്റലിജൻസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? കൃഷ്ണ കോൺഷ്യസ്നസ്. ഇപ്പൊ നമ്മളെല്ലാവരും ഭൗതിക തലത്തിലുള്ള ശാരീരിക അവബോധത്തിലാണ്. അപ്പോൾ അത് വിട്ടിട്ട് നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് വരണം, അല്ലേ? ആ കൃഷ്ണാവബോധത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെറ്റീരിയൽ മൈൻഡോ മെറ്റീരിയൽ സെൻസസോ മെറ്റീരിയൽ ഇന്റലിജൻസോ നമുക്കില്ല. അപ്പൊ അതിനെ സ്പിരിച്വൽ ഇന്റലിജൻസ് ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം, ഭഗവാന്റെ നിർദ്ദേശങ്ങളെ, അപ്പൊ ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ് ഭഗവത്ഗീത. അപ്പോൾ അതിനെ ആശ്രയിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആ പൊസിഷനിലേക്ക്, ആ തലത്തിലേക്ക് വരാൻ പറ്റും. അങ്ങനെ ബൈ സ്പിരിച്വൽ സ്ട്രെങ്ത്, അങ്ങനെ ആത്മീയമായിട്ടുള്ള ആ ശക്തി കൊണ്ട് നമ്മളുടെ ആ കാമമാകുന്ന ശത്രുവിനെ നമുക്ക് സംഹരിക്കാൻ പറ്റും, അതിനെ കോൺകർ ചെയ്യാൻ പറ്റും, അതിനെ അതിജീവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ സച്ചിദാനന്ദമാണ്, അതുപോലെ നമ്മളും സച്ചിദാനന്ദമാണ്. നിർഭാഗ്യവശാൽ നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹം കാരണം നമുക്കൊരു ശരീരം കിട്ടി, ഭൗതിക തലത്തിലുള്ള ശരീരം കിട്ടി. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഈ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ ആ ഇന്ദ്രിയങ്ങളുടെ മാസ്റ്ററായിട്ടുള്ള മനസ്സ്, ആ ഇന്ദ്രിയങ്ങളുടെ മാസ്റ്ററായിട്ടുള്ള ആ മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധിയെല്ലാം ആത്മീയ തലത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനാണ് ഭഗവത്ഗീത ഭഗവാൻ അർജുനനെ നിർദ്ദേശിച്ചു കൊടുക്കുന്നത്. അർജുനൻ മുഖേന നമുക്ക് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഭഗവത്ഗീതയിലുള്ള ആ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മളുടെ എന്നെന്നുമായിട്ട് നമ്മളെ അലട്ടുന്ന നമ്മുടെ ആ ആത്മീയ തലത്തിലേക്ക് വളരാൻ വിഘ്നമായി നിൽക്കുന്ന ആ കാമത്തെ നമുക്ക് ജയിക്കാൻ പറ്റും, കോൺകർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. So this third chapter of the Bhagavad Gita is conclusively directive to Krishna consciousness by knowing oneself as the eternal servant of the Supreme Personality of Godhead without considering impersonal voidness, the ultimate end. അപ്പോൾ ഭഗവത്ഗീത വളരെ കൺക്ലൂസീവ് ആയിട്ട് നമ്മളോട് തരുന്ന, അതായത് കൃഷ്ണാവബോധം എങ്ങനെ നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റും, എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഭഗവാന്റെ ഒരു എറ്റേണൽ സർവീറ്റ് ആയിട്ട്, അതായത് ജീവേര സ്വരൂപമായി കൃഷ്ണേര നിത്യദാസ്. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ടല്ലോ, നമ്മളുടെ സ്വരൂപം തന്നെ ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസനായിട്ടുള്ളത്. അത് മറന്ന് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ദാസനായിട്ടാണ് നമ്മൾ വർത്തിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്നും വിട്ടിട്ട് ഭഗവാന്റെ ദാസനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ അവിടെ ആ ഇംപേഴ്സണൽ ആയിട്ടുള്ള ഒരു തത്വമല്ല, ഭഗവാൻ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ശക്തിയാണ് ആ ഇംപേഴ്സണൽ എന്നുള്ള ആസ്പെക്ട്. ഭഗവാൻ 3 ആസ്പെക്റ്റിനെ നമ്മൾ പലതവണയും പറഞ്ഞാണ്: ബ്രഹ്മൻ, പരമാത്മാ, പിന്നെ ഭഗവാൻ. ആ ഭഗവാനില് ബ്രഹ്മനും പരമാത്മാവും രണ്ടും അടങ്ങിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്ന, സായുജ്യമുക്തിക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഭഗവത് സേവനം കിട്ടില്ല. അപ്പൊ ഭഗവത് സേവനം, ഭഗവാൻ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിലയിൽ നമ്മൾ ഭഗവാനെ സേവിക്കണം എന്നുള്ള ആഗ്രഹം തീവ്രമായിട്ട് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ തലത്തിലേക്ക് ഉയരാൻ പറ്റൂ. അല്ലാണ്ട് ഭഗവാൻ ശക്തിയാണ്, ഭഗവാൻ രൂപമില്ല, നിരാകാരമാണ്, നിർവിശേഷമാണ്, നിർഗുണമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ വെച്ച് കൊണ്ടുവന്നാൽ നമുക്ക് ഭഗവത് സേവനം ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ വ്യക്തിയായാൽ മാത്രമേ നമുക്ക് സേവിക്കാൻ പറ്റുള്ളൂ. ഒരു അവ്യക്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ആരെയും സേവിക്കാൻ പറ്റും. അപ്പൊ സേവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രൂപം ഉണ്ടായിരിക്കണം. വോയിഡിനെ നമുക്ക് സേവിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ ധ്യാനം പഠിപ്പിച്ചു, ഒരു ചുമരമ്പിൽ ഒരു ഡോട്ട്, അതിൽ കേന്ദ്രീകരിച്ചിട്ട് നമ്മളുടെ മനസ്സ് കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ ധ്യാനിക്കാൻ പറ്റും. ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു വിളക്കിൻ്റെ നാളം, അതിൽ കേന്ദ്രീകരിച്ചിട്ട് ധ്യാനം ചെയ്യാൻ പറ്റും. കാരണം അതിന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഭഗവാന് സ്വരൂപമുണ്ട്, ആ സ്വരൂപത്തിനെ നമ്മൾ തീർച്ചയായിട്ടും ധ്യാനിക്കണം. അല്ലാതെ ഭഗവാൻ അവ്യക്തമായിട്ടുള്ള ഒരു ആസ്പെക്ട് അല്ല എന്ന് മനസ്സിലാക്കാം. So in the material existence of life, one is certainly influenced by propensities for lust and desire for dominating the
റിസോഴ്സസ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. അപ്പോൾ ഭൗതിക തലത്തിൽ എല്ലാവരും എന്താണ് ഈ ഭൗതിക കാര്യങ്ങളിൽ ഇടപെട്ട് അത് എൻജോയ് ചെയ്യാൻ, എസ്പെഷ്യലി ലസ്റ്റ്. ഭൗതിക തലത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ലസ്റ്റ് എന്ന് പറയുന്നു. ആൻഡ് ഡിസയർ ഫോർ ഡൊമിനേറ്റിംഗ് ദ റിസോഴ്സ് ഓഫ് മെറ്റീരിയൽ. അത് ഈ ഭൗതിക തലത്തിലുള്ള റിസോഴ്സസിന് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ എന്തെല്ലാം റിസോഴ്സസ്, ഒരുപാട് റിസോഴ്സ് ഉണ്ട് അല്ലേ? ഭൗതിക തലത്തിൽ നേച്ചറിൽ എന്തെല്ലാം റിസോഴ്സ് ഉണ്ട്? ഒരുപാട് ധാതുക്കളുണ്ട്. പിന്നെ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, രത്നങ്ങളുണ്ട്, പിന്നെ ധാന്യങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. ഇതെല്ലാം ഭൗതിക ലോകത്തിലെ റിസോഴ്സാണ്. ഇതിനെല്ലാം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, ഡോമിനേറ്റ് ചെയ്യാണ് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അത് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യം. നമ്മൾ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഇന്ദ്രിയങ്ങളെ എന്തെങ്കിലും സേവനത്തിൽ നിയുക്തമാക്കണം. അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ ആ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നിയുക്തമാക്കാതെ ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആത്മീയ തലത്തിൽ ഉയരാൻ പറ്റും. അപ്പോൾ ആ കാമത്തിനെ എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിക്കുക, അതിനെ ഇല്ലാതേക്കുക, അല്ലെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്യുക. ആ കാമത്തിനെ നമുക്ക് പ്രേമമാക്കിയിട്ട് മാറ്റുക, ഭഗവാന്റെ പ്രേമമാക്കിയിട്ട് മാറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഡിസയർ ഫോർ overloading and for sense gratification is the greatest enemy of the conditioned soul. But by the strength of Krishna consciousness, one can control the material senses. അപ്പൊ നമ്മുടെ ആഗ്രഹം, അതായത് ഈ ഭൗതിക ലോകത്തില് ഞാൻ എല്ലാം അടച്ച് ഭരിക്കണം, എല്ലാം എൻ്റെ കാൽ കീഴിൽ വരണം, എല്ലാം എൻ്റെ ആസ്വാദനത്തിനാണ്, ഞാൻ ഇവിടുത്തെ കൺട്രോളർ, ഞാനാണ് ഇവിടുത്തെ പ്രൊപ്പറേറ്റർ, ഞാനാണ് ഇവിടുത്തെ എൻജോയർ എന്നുള്ള ഭാവം നമുക്ക് കിട്ടിയാൽ, ആ ഭാവത്തിലാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? തീർച്ചയായിട്ടും നമുക്ക് ഈ ഭൗതിക ലോകത്തില് ബന്ധനത്തിൽ ഏർപ്പെട്ട് വരും. അപ്പൊ അതാണ് നമ്മളുടെ, അതായത് ബദ്ധാത്മാക്കളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ പ്രകൃതിയെ അടച്ചു വാഴുക, അതിനെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരിക, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് എനിമി എന്നാണ് പറയുന്നത്. സോ ബട്ട് by the strength of Krishna consciousness, one can control the material senses, mind and intelligence. കൃഷ്ണാവബോധത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും നമ്മളുടെ ബുദ്ധിയെയും നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ആ അതേ ഇന്ദ്രിയങ്ങളെയും അതേ മനസ്സിനെയും അതേ ബുദ്ധിയെയും നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ അർപ്പിച്ച് നമ്മൾക്ക് ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള വഴി തെളിയിക്കപ്പെടും അല്ലേ? One may not give up work and prescribed duties all of a sudden. നമ്മൾ ഒരിക്കലും നമ്മളുടെ ധർമ്മം, നമ്മളുടെ ആ കർത്തവ്യം ഒരിക്കലും നിർത്താൻ പാടില്ല. നമ്മൾ ചെയ്യണം. ഏത് വർണ്ണത്തിലാണ്, ഏത് ആശ്രമത്തിലാണ് നമ്മൾ ഉണ്ടെച്ചാൽ അത് നമ്മൾ ചെയ്യണം തീർച്ചയായിട്ടും, അത് നിർത്താൻ പാടില്ല. ബട്ട് by gradually developing Krishna consciousness, one can be situated in a transcendental position without being influenced by the material senses and mind, by steady intelligence directed toward one's pure identity. അങ്ങനെ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മളെ ആ ഉയർന്നു വന്നിട്ട് കൃഷ്ണാവബോധത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ നമ്മളെ അലട്ടില്ല. അങ്ങനെ സ്റ്റഡി ഇന്റലിജൻസ് പറഞ്ഞാൽ സ്പിരിച്വൽ ഇന്റലിജൻസ് ആയി. ആ സ്പിരിച്വൽ ഇന്റലിജൻസ് കൊണ്ട്, ബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ ശുദ്ധതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ സ്വരൂപത്തിൽ നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റും. ടുവേർഡ് വൺസ് പ്യുവർ ഐഡന്റിറ്റി. എന്താണ് പ്യുവർ ഐഡന്റിറ്റി പറഞ്ഞാൽ? ഞാൻ ഭഗവാന്റെ അംശമാകുന്നു, മമ വംശോ ജീവലോകി ജീവയുടെ സ്വരൂപമായി കൃഷ്ണേരെ നിത്യദാസ്. അതാണ് നമ്മുടെ റിയൽ ഐഡന്റിറ്റി. ഇപ്പോൾ ആ ഐഡന്റിറ്റി നമ്മൾ കളഞ്ഞിരിക്കുന്നു അല്ലേ? സോ ദിസ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ദിസ് ചാപ്റ്റർ. In the immature stage of material existence, philosophical speculations and artificial attempts to control the senses by the so-called practice of yogic postures can never help a man towards spiritual life. He must be trained in Krishna consciousness by higher intelligence. എന്താണ് പ്രഭാത പറയുന്നത്? അപ്പോൾ ഈ അധ്യായത്തിന്റെ ഒരു സം ടോട്ടലാണ്
ഒരു കൺക്ലൂഷനാണ്, ഒരു എസെൻസ് ആണ്. അതായത് നമ്മളുടെ മെച്യൂർ സ്റ്റേജിൽ അല്ലെങ്കിൽ പക്വത ഇല്ലാത്ത ആ സ്റ്റേജിൽ, മെറ്റീരിയൽ എക്സിസ്റ്റൻസിൽ ഇങ്ങനെയായിട്ടുള്ള ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ, ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായി കൃത്രിമമായിട്ട് നമ്മളെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഡിഫറെൻറ്റ് യോഗിക് പോസ്റ്റർ, ഡിഫറെൻറ്റ് എക്സസൈസസ്, അത് ഒരിക്കലും നമ്മൾ ആധ്യാത്മിക തലത്തിലുള്ള ആ ഉയർച്ചയ്ക്ക് സഹായമാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആധ്യാത്മിക തലത്തിൽ നമ്മൾ ഉയരണമെന്നുണ്ടെങ്കിൽ വൺ മസ്റ്റ് ബി ട്രെയിൻഡ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. കൃഷ്ണാവബോധത്തിൽ നമുക്ക് വേണ്ടുന്ന ട്രെയിനിങ് കിട്ടണം ബൈ ഹയർ ഇൻ്റലിജൻസ്. ഹയർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധി, എന്ത് ശരി എന്ത് തെറ്റ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ആ ഇൻ്റലിജൻസ് നമുക്ക് കിട്ടുന്നത് ഈ ഭഗവത്ഗീത, ഭാഗവതം എന്നീ ഇൻസ്ട്രക്ഷൻ, ഇതൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. ഭഗവാൻ അർജുനൻ മുഖേന നമുക്ക് തന്നിരിക്കുന്ന ഏതൊരു എക്യുപ്മെന്റ്സോ ഡിവൈസസോ അല്ലെങ്കിൽ അപ്ലയൻസസോ നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കിട്ടും. അതേപോലെ നമ്മളുടെ ജീവിതം എങ്ങനെ ശരിക്കും ജീവിക്കാം, കൃഷ്ണാവബോധത്തിൽ എങ്ങനെ ജീവിക്കാം, എങ്ങനെ നമുക്ക് തിരിച്ച് നമ്മളുടെ ധാമിലേക്ക് കൊണ്ടുപോകാം, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആ ഒരു മാനുവലാണ് ഭഗവത്ഗീത. അപ്പോൾ ആ മാനുവലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹയർ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യും. നമ്മളുടെ മേധ പറഞ്ഞാൽ ഹയർ ഇൻ്റലിജൻസ് അത് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ശാരീരിക അവബോധത്തിൽ നിന്ന് കൃഷ്ണാവബോധത്തിലേക്ക് ഉയരും. അങ്ങനെ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാന്റെ കമലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഭഗവാനെ നിത്യേന സേവിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കും. ഇതാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇവിടെ. സോ ദസ് എൻഡ് ദ ഭക്തിവേദാന്ത purports to the third chapter of Srimad Bhagavad Gita in the matter of Karma Yoga or the discharge of one's prescribed duty in Krishna. Karma Yoga in Krishna consciousness. അപ്പോൾ അതാണ് ഇത്. അതായത് കർമ്മയോഗ നമ്മളുടെ ഇന്ദ്രിയതൃപ്തിക്കല്ല, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യണം എന്നാണ് ഈ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ അതിന് ഉള്ളടക്കം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കമൻസോ ചോദ്യങ്ങളോ വല്ലതും ഉണ്ടോ? അങ്ങനെ മൂന്നാമത്തെ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്തു. എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളൊന്നുമില്ലല്ലോ? എല്ലാം ക്ലിയർ അല്ലേ? ആർക്കും ഒരു അണക്കല്ലല്ലോ? പറഞ്ഞത് ക്ലിയർ ആയി പ്രഭു. പ്രഭു മനസ്സിലായി. അപ്പൊ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ? അതെ അതെ. ചാപ്റ്റർ 4 ട്രാൻസെൻഡന്റൽ നോളജ്. എന്താണ് ട്രാൻസെൻഡന്റൽ നോളജ് എന്ന് പറഞ്ഞാൽ? അതില് മലയാള അതീന്ദ്രിയ ജ്ഞാനം. അതീന്ദ്രിയ ജ്ഞാനം. യെസ്, അതീന്ദ്രിയ ജ്ഞാനം. നമുക്ക് വായിക്കാം. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻമനവേ പ്രാഹ മനുർഇക്ഷ്വാകവേ ബ്രവീത്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻമനവേ പ്രാഹ മനുർഇക്ഷ്വാകവേ ബ്രവീത്. സാവിത്രി മാതാജി. കൃഷ്ണ. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻമനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. നീതു മാതാജി എന്റെ ട്രാൻസ്ലേഷൻ വായിക്കും.
ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഹരിബോൾ. അപ്പൊ ഈ ജ്ഞാനം ഇത് വളരെ അടുത്ത കാലത്ത് വന്നതല്ല. ഇത് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം, ആരംഭം മുതൽക്കേ ഉണ്ട്. അതാണ് ഭഗവാൻ പറയുന്നത്. ഇത് പരമ്പരാഗതമായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ്. സോ ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ലോർഡ് ശ്രീകൃഷ്ണ സെഡ്, ഐ ഇൻസ്ട്രക്റ്റഡ് ദിസ് ഇംപെരിഷബിൾ സയൻസ് ഓഫ് യോഗ ടു സൺ ഗോഡ്. ആർക്ക്? സൂര്യ ഭഗവാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. വിവസ്വാൻ. നമ്മൾ ഏത് മനുവിന്റെ പീരീഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്? ഏത് മനുവിന്റെ പീരീഡിലാണ് നമ്മൾ ജീവിക്കുന്നത്? അറിയില്ല? വൈവസ്വത മനു, 7th, 7ാമത്തെ മനുവാണ് ഈ കൽപ്പത്തില്. അപ്പൊ വിവസ്വാൻ, സൺ ഗോഡ് വിവസ്വാൻ ആൻഡ് വിവസ്വാൻ ഇൻസ്ട്രക്റ്റഡ് ടു മനു. വിവസ്വാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? മനു. മനു ആരാണ്? ഫാദർ ഓഫ് ദ മാൻകൈൻഡ്. മനുഷ്യ രാശിയുടെ പിതാവാണ്. മനു എന്നാണ് മനുഷ്യൻ, മാനവൻ, മാൻ എല്ലാം. ഇതെല്ലാം മനുഷ്യന്റെ പര്യായങ്ങളാണ്. മാൻ ഇംഗ്ലീഷ് വാക്കാണ്. അപ്പോൾ മനു ആണ് മനുഷ്യരുടെ പിതാവ്. ഈസ് ദ ചീഫ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനു എന്നാണ് എല്ലാ മനുഷ്യരും വന്നിരിക്കുന്നത്, എല്ലാവരും. ആൻഡ് മനു ഇൻ ടേൺ ഇൻസ്ട്രക്റ്റഡ് ടു ഇക്ഷ്വാകു. ഇക്ഷ്വാകു നമ്മുടെ രഘുവംശത്തിലെ ഒരു പ്രധാനപ്പെട്ട രാജാവാണ്. അപ്പൊ അങ്ങനെ പരമ്പരയായിട്ട് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇത് ഭഗവത്ഗീത. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ, ഈ സയൻസ് ഓഫ് ഗോഡ് ഭഗവാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? സൂര്യ ഭഗവാൻ അല്ലേ? ഐ ഇൻസ്ട്രക്റ്റഡ് ദിസ് ഇംപെരിഷബിൾ സയൻസ്. ഒരിക്കലും നശിക്കാതാണത്. Imperishable science of yoga to the sun god Vivaswan. Vivaswan പറഞ്ഞു കൊടുത്തു. And Vivaswan instructed to Manu. Manu, father of the mankind. And Manu in turn instructed to Ikshwaku. അപ്പൊ എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഭഗവാൻ ഇത് അർജുന, ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് അർജുനെ പറഞ്ഞു തരല്ല. ഇത് എത്രയോ കാലം മുമ്പേ ഞാൻ സൂര്യഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂര്യഭഗവാൻ മനുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനു ആർക്ക്? ഇക്ഷ്വാകു രാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം അത് നശിച്ചു. അതിനുശേഷം ഇപ്പൊ വീണ്ടും അർജുനാണ് ഞാൻ ഈ ഗീത പറഞ്ഞു തരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഹിയറിൻ വി ഫൈൻഡ് ദ ഹിസ്റ്ററി ഓഫ് ദ ഭഗവത് ഗീത ട്രേസ്ഡ് ഫ്രം എ റിമോട്ട് ടൈം when it was delivered to the royal order of all planets, beginning from the sun planet. റിമോട്ട് ടൈം, എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഈ ഭഗവത്ഗീത റോയൽ ഓർഡർ, അതായത് രാജാവിന്റെ ആ പരമ്പരയിൽ എല്ലാ റോയൽ ഓർഡർ ഓഫ് ഓൾ പ്ലാനറ്റ്സ്. അപ്പോൾ ഓരോ പ്ലാനറ്റിനും അതിൻ്റെതായിട്ടുള്ള അധിഷ്ഠ ദേവന്മാരുണ്ട്. ഓക്കെ. അതായത് പ്രിസൈഡിങ് ഡേറ്റീസ് ഉണ്ട്. ബിഗിനിങ് ഫ്രം സൺ പ്ലാനറ്റ്. സൺ പ്ലാനറ്റിന്റെ ആധാരത്തിലുള്ള മറ്റേ പ്ലാനറ്റ്സ് ഒക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ലൈറ്റ് ഇല്ലെങ്കിൽ, അതായത് എനർജി ഇല്ലെങ്കിൽ ഒരു പ്ലാനറ്റ്സിനും ഇവിടെ സ്ഥിതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിഗിനിങ് ഫ്രം സൺ പ്ലാനറ്റ്, ആ പരമ്പരയിൽ the kings of all planets are especially meant for the protection of the inhabitants, and therefore the royal order should understand science of Bhagavad Gita in order to be able to rule the citizens and protect them from the material bondage to lust. അപ്പോൾ രാജാക്കന്മാർക്ക് ഈ ജ്ഞാനം ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് അപ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെയും ആ അധിപനായിട്ടുള്ള ആ രാജാക്കന്മാർ, ഓക്കെ, അപ്പോൾ സൺ പ്ലാനറ്റിന്റെ സൺ ഗോഡാണ് അല്ലേ. അപ്പോൾ ആ രാജാക്കന്മാർക്ക് ഈ ജ്ഞാനം ഉണ്ടായാൽ മാത്രമേ
തൻ്റെ ആ പ്ലാനറ്റിലുള്ള ഗ്രഹത്തിലുള്ള പ്രജകളെ കൃഷ്ണാവബോധത്തില് അവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അവിടെ താമസിക്കുന്ന ഇൻഹിബിറ്റൻസ്. അപ്പോൾ ആദ്യം ആരാണ് മനസ്സിലാക്കേണ്ടത്? ഈ പ്രിസൈഡിങ് ഡേറ്റീസ്, ഓരോ പ്ലാനറ്റ്സിന്റെയും ആ പ്രിസൈഡിങ് ഡേറ്റീസ് അല്ലെ, അധിപൻ, കിങ്സ്. അപ്പോൾ അതാണ് പറയുന്നത്, ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ഓഫ് ഭഗവത്ഗീത ഇൻ ഓർഡർ ടു ബി ഏബിൾ ടു റൂൾ ദ സിറ്റിസൺ ആൻഡ് പ്രൊട്ടക്ട് ദം, അവരെ സംരക്ഷിക്കണം ഫ്രം ദ മെറ്റീരിയൽ ബോണ്ടേജ്. അതായത് നമ്മളെല്ലാം ഇവിടെ ബദ്ധാവസ്ഥയിലാണ്, അതുകൊണ്ടാണ് നമ്മളെ ബദ്ധാത്മാക്കൾ. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ട്? കാമം കൊണ്ട്, ഭൗതിക ഇച്ഛകളെ കൊണ്ട്. അപ്പൊ അതിന്ന് സംരക്ഷിക്കേണ്ടത് കടമ, അതായത് ഗ്രഹത്തിന്റെ നാഥന്മാർക്കാണ്. സോ ഹ്യൂമൻ ലൈഫ് ഈസ് മെന്റ് ഫോർ കൾട്ടിവേഷൻ ഓഫ് സ്പിരിച്വൽ നോളജ് ഇൻ എറ്റേണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആൻഡ് ദ എക്സിക്യൂട്ടീവ് ഹെഡ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾ പ്ലാൻസ് ആർ ഒബ്ലൈസ്ഡ് ടു ഇമ്പാർട്ട് ദിസ് ലെസൺ ടു ദ സിറ്റിസൺ ബൈ എഡ്യൂക്കേഷൻ, കൾച്ചർ ആൻഡ് ഡിവോഷൻ. അപ്പൊ നമ്മളുടെ ഈ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആധ്യാത്മിക തലത്തിലുള്ള ജ്ഞാനം ആർജിക്കുക, ഭഗവാൻ ആരെന്നറിയാം, നമ്മൾ ആരാണെന്നറിയാം, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം അറിയാം, എങ്ങനെ അത് പുനഃസ്ഥാപിക്കാം. കാരണം വെച്ചാൽ ഇതിപ്പോൾ മറന്നിരിക്കുകയാണ് നമ്മൾ. അപ്പൊ ഇതെല്ലാം പറഞ്ഞു തരേണ്ട ആ കർത്തവ്യം, ആ ദൗത്യം, കടമ ആരെയാണ്? എക്സിക്യൂട്ടീവ് ഹെഡ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, എല്ലാ രാജ്യത്തിൻ്റെയും തലവൻ, അധിപൻ, എല്ലാ പ്ലാനറ്റ്സിൻ്റെയും അധിപന്മാര്. അവരുടെ ഡ്യൂട്ടിയാണ് ഇതിന് വേണ്ടുന്ന അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടുന്ന ആ ജ്ഞാനം ബൈ എഡ്യൂക്കേഷൻ, കൾച്ചർ ആൻഡ് ഡിവോഷൻ നമുക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ്? വിദ്യ കൊണ്ടും സാംസ്കാരികമായിട്ടുള്ള, അതായത് പിന്നെ ഭക്തിയോഗ സേവനം കൊണ്ട് ഈ മീഡിയം ഉപയോഗിച്ചിട്ട് നമുക്കിതെല്ലാം പറഞ്ഞു തരാം എന്നുള്ളതാണ് അവരുടെ കടമ. ഇൻ അതർ വേർഡ്സ്, ദ എക്സിക്യൂട്ടീവ് ഹെഡ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് are intended to spread the science of Krishna consciousness so that the people may take advantage of this great science and pursue a successful path utilizing the opportunity of the human form of life. അപ്പോൾ അവരുടെ ഡ്യൂട്ടിയാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുക. ഇത് മറ്റുള്ള തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രജകൾക്ക് ഇത് വേണ്ടുന്ന വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. എന്താണ് അവസരം? ഈ മനുഷ്യജന്മത്തില് ഭഗവാനെ അറിയാനും ഭഗവത് ധാമിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, അതായത് രാജ്യത്തിൻ്റെയും അതായത് ഗ്രഹങ്ങളുടെയും തലവന്മാരായിട്ടുള്ള ലീഡേഴ്സായിട്ടുള്ള അവരുടെ കർത്തവ്യമാണ്, അവരുടെ കടമയാണ് എന്നാണ് പറയുന്നത്. സോ ഇൻ ദിസ് മില്യണയം, അപ്പൊ ഈ പെർട്ടിക്കുലർ മില്യണയം, ഈ പെർട്ടിക്കുലർ പീരിയഡില് സൺ ഗോഡ് ഈസ് നോൺ ഇൻ വിവസ്വാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യ ഭഗവാന്റെ പേരെന്താണ്? വിവസ്വാൻ. അപ്പൊ സൺ പ്ലാനറ്റ്, അതായത് സൺ പ്ലാനറ്റ് ഉണ്ട്, ആൻഡ് ആ പ്ലാനറ്റിന്റെ ഒരു അധിപനുണ്ട്. നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്നുള്ള രാജ്യം, ആ രാജ്യത്തിലെ ഒരു പ്രസിഡന്റ് ഉണ്ട്, ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അവരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും. അതേപോലെ ഓരോ പ്ലാനറ്റ്സിനും അതിൻ്റെതായിട്ടുള്ള കൺട്രോളേഴ്സ് ഉണ്ട്, അവരുടെ പേരാണ്. ഈ പെർട്ടിക്കുലർ മില്യത്തിന്റെ സൺ ഗോഡിന്റെ പേരാണ് വിവസ്വാൻ. അപ്പൊ ആ വിവസ്വാന്റെ സമയത്തുള്ള മനുവിനാണ് വൈവസ്വത മനു എന്ന് പറയുന്നത്, ദ കിങ് ഓഫ് സൺ, വിച്ച് ഈസ് ദ ഒറിജിൻ ഓഫ് ഓൾ പ്ലാനറ്റ്സ്. അപ്പോ ഈ സൂര്യഗ്രഹം അതിനെ ആസ്പദമായിട്ടാണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത്. സൂര്യന്റെ എനർജി അല്ലെ, അതില്ലെങ്കിൽ മറ്റുള്ള പ്ലാനറ്റ്സിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതെയിരിക്കും. നമ്മൾ ജീവിക്കുന്നതും സൂര്യൻ ഉള്ളത് കൊണ്ടാണ്. സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ആ സോഴ്സും സൂര്യ ഭഗവാന്റെ അല്ലെങ്കിൽ സൂര്യ ഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ്. സോ വിച്ച് ഈസ് ഒറിജിൻ ഓഫ് ഓൾ പ്ലാനറ്റ്സ് വിത്തിൻ ദ സോളാർ സിസ്റ്റം. ഈ ഒരു പെർട്ടിക്കുലർ സോളാർ സിസ്റ്റത്തിലെ ഈ സൺ ഗോഡ് ആണ് നമ്മൾക്ക് എനർജി കിട്ടുന്നത്, നമ്മളുടെ സോഴ്സും. ഇൻ ദ ബ്രഹ്മ സംഹിത 5.52 it is stated, യച്ചക്ഷുരേഷ സവിത സകല ഗ്രഹാനാം രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജ യസ്യാജ്ഞയ ഭ്രമതി സംഭ്രത കാലചക്രോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി.
Let me worship Lord Brahma said. ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയിൽ പറയാണ്, ഞാൻ ഉപാസിക്കട്ടെ, ഞാൻ ഭജിക്കട്ടെ ആരെ? ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ഗോവിന്ദ കൃഷ്ണ, ഗോവിന്ദ. ഓക്കെ, ഗോക്കൾക്ക്, ഗോ എന്ന് പറഞ്ഞാൽ പശുക്കള്, ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങള്. ഈ ഇന്ദ്രിയങ്ങൾക്കും പശുക്കൾക്കും ആഹ്ലാദം, സന്തോഷം പകരുന്ന ആ വ്യക്തിയാണ് ഗോവിന്ദ എന്ന് പറയുന്നത്, കൃഷ്ണ. Who is the original person and under whose order the sun, which is the king of all planets, is assuming immense power and heat. അപ്പോ ബ്രഹ്മ പറയുന്നു, ഞാൻ ആ ഭഗവാനെ ഉപാസിക്കുന്നു. ആര്? ഹൂസ് അണ്ടർ ഹൂസ് ഓർഡർ, ആരുടെ ഇൻസ്ട്രക്ഷൻ, ആരുടെ കൽപ്പനയിലാണോ സൂര്യഭഗവാൻ എല്ലാ ഗ്രഹങ്ങളുടെയും കൺട്രോളർ ആയിട്ടുള്ള, അല്ലെങ്കിൽ രാജാവായിട്ടുള്ള സൂര്യഭഗവാൻ, ഇമ്മൻസ് പവർ ആൻഡ് ഹീറ്റ്, അതായത് ലൈറ്റും ഹീറ്റും ഒക്കെ കിട്ടുന്നത് എവിടുന്നാണ്? ഭഗവാനാണ് കൊടുക്കുന്നത്. The sun represents the eye of the Lord and traverses its orbit in obedience to his order. അപ്പോ ഈ സൂര്യഭഗവാൻ ഭഗവാന്റെ ഒരു കണ്ണായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. ഈ സൂര്യഭഗവാൻ അതിൻ്റെതായിട്ടുള്ള ആ ഓർബിറ്റില് അത് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് യാതൊരു വ്യതിയാനമില്ലാണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭ്രമണ പദത്തില് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാന്റെ ഇച്ഛപ്രകാരം. അതാണ് ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് പറയുന്നത്. ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു, ഉപാസിക്കുന്നു, ഭജിക്കുന്നു എന്ന് പറയും. ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി ഉണ്ട്. യസ്യജ്ഞയ ഭ്രമതി സംഭൃത കാലചക്രോ. So the sun is the king of all planets, and the sun god at present of the name Vivaswan rules the sun planet. അപ്പോ sun planet ഇപ്പൊ ഭൂമി ദേവി ഉണ്ട് അല്ലെ? ഭൂമി ദേവിയാണ് ഈ ഭൂമിയുടെ അധിഷ്ഠാതി ദേവി. അതേപോലെ സൺ പ്ലാനറ്റിന്റെ പ്രിസൈഡിങ് ഡേറ്റി പറഞ്ഞാൽ സൺ ഗോഡ്. ആ സൺ ഗോഡിന്റെ പേരാണ് ഇപ്പോഴത്തെ ഈ സമയത്ത് വിവസ്വാൻ, which is controlling all other planets by supplying heat and light. അപ്പോൾ സൺ ഗോഡ്, അതായത് സൂര്യഭഗവാൻ ലൈറ്റും ചൂടും വെളിച്ചം പകരുന്നുകൊണ്ടാണ് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും അതിൻ്റെ ആ അസ്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ സ്ഥിതി ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും എനർജി വേണം. നമ്മളും ജീവിക്കുന്നത് എനർജി കൊണ്ടാണ് അല്ലെ? എനർജി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. And Lord Krishna originally made Vivaswan his first disciple to understand the science of Bhagavad. അപ്പോൾ ഈ പർട്ടിക്കുലർ മില്ലേനത്തില് സൂര്യഭഗവാനാണ് ആദ്യം. അതായത് വിവസ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യഭഗവാന് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. The Gita is not there for a speculative treatise for the insignificant mundane scholar, but is a standard book of knowledge coming down from time immemorial. അപ്പോൾ ഇത് ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തില് ഒരു നോവല് പോലെ, ഒരു സ്റ്റോറി പോലെ എഴുതിയിട്ടുണ്ടായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല ഭഗവത്ഗീത. ഓക്കെ, ഇതെന്താണ്? ഇറ്റ്സ് എ സയൻസ്, ഇറ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഭഗവാന്റെ വാക്കുകളാണ്, ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ്. അല്ലാണ്ട് ഈ ഭൗതിക തലത്തിലുള്ള ലിറ്റററി പേഴ്സണാലിറ്റി സ്കോളേഴ്സ് വിചാരിക്കുന്ന പോലെ ഒരു ബുക്കല്ല ഇത്. ദിസ് നോളേജ് കമ്മിങ് ഡൗൺ ഫ്രം ടൈം ഇമ്മമോറിയൽ. അനാദികാലം മുതൽക്ക് ഇത് ഉപദേശിച്ച് വരുന്നതാണ്. അപ്പൊ ഈ പർട്ടിക്കുലർ മില്ലേനിയത്തിന് ആദ്യം പറഞ്ഞു കൊടുത്തത് വിവസ്വാനാണ്. അപ്പൊ അതിന്റെ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പൊ ഗീത ഈസ് എറ്റേണലി എക്സിസ്റ്റിംഗ്. അവിടെ ഈ പർട്ടിക്കുലർ യുഗത്തിൽ മാത്രമല്ല വന്നത്, എറ്റേണലി ഇറ്റ് ഈസ് ദ ഗീത. സോ ഇൻ ദ മഹാഭാരത ശാന്തി പർവ വി ക്യാൻ ട്രേസ് ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് ഗീത ആസ് ഫോളോസ്. അപ്പോൾ മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തില് ഭഗവത്ഗീതയുടെ ഹിസ്റ്ററി, ഭഗവത്ഗീതയുടെ ആ ഹിസ്റ്ററി നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാന്ന് പറയും. എന്താണ് പറയുന്നത്? ത്രേതായുഗാദോ ച തതോ വിവസ്വാൻമന വേദദോ മനുഷ്യാലോകഭൃത്യർത്ഥം സൂതായേക്ഷാകോ വേദദോ ഇക്ഷ്വാകുണാ ച കഥിതോ വ്യാപ്യാലോകാൻ അവസ്ഥിതാം. In the beginning of the millennium known as Treta Yuga,
This science of the relationship with the Supreme was delivered by Vivaswan to Manu. അപ്പോ ത്രേതായുഗത്തിന്റെ ബിഗിനിങ്ങില് ഈ സയൻസ് വിവസ്വാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? മനുവിന് പറഞ്ഞു കൊടുത്തു. വിവസ്വാൻ ആര് പറഞ്ഞു കൊടുത്തു? ഭഗവാൻ സ്വയം. വിവസ്വാൻ അത് മനുവിന് പറഞ്ഞു കൊടുത്തു. ബീങ് ദ ഫാദർ ഓഫ് ദ മാൻകൈൻഡ്, അതായത് ഹ്യൂമൻ ബീയിങ്സിന്റെ, മനുഷ്യരാശിയുടെ പിതാവാണ് മനു. ആൻഡ് ഗേവ് ഇറ്റ് ടു ഹിസ് സൺ മഹാരാജ ഇക്ഷ്വാക്കു. മനുവിന്റെ മകനാണ് മഹാരാജ ഇക്ഷ്വാക്കു, ദ കിങ് ഓഫ് ദിസ് എർത്ത് പ്ലാനറ്റ് ആൻഡ് ഫോർ ഫാദർ ഓഫ് രഘു ഡൈനാസ്റ്റി. അപ്പൊ ഇക്ഷ്വാക്കു രഘു ഡൈനാസ്റ്റിയുടെ ഫോർ ഫാദർ ആണ്, പൂർവികരാണ്. ഇൻ വിച്ച് ലോർഡ് രാമചന്ദ്ര അപ്പിയർഡ്. രാമചന്ദ്ര ഭഗവാൻ ഇക്ഷ്വാക്കു കുലത്തിലാണ്, വംശത്തിലാണ് ജനിച്ചിരിക്കുന്നത്, അപ്പിയർ ചെയ്തിരിക്കുന്നത്. Therefore, Bhagavad Gita existed in human society from the time of Maharaja Ikshwaku. അപ്പോൾ നമ്മളുടെ മനുഷ്യന്മാരുടെ ഇടയിൽ, മാനവരാശിയുടെ ഇടയിൽ മഹാരാജ ഇക്ഷ്വാക്കു മുതൽക്ക് ഭഗവത്ഗീത ഉണ്ട് എന്നാണ് പ്രഭുപാദ ഈ പർപ്പോട്ടിൽ പറയുന്നത്. At the present moment, we have just passed through 5,000 years of Kali Yuga, which lasts 432,000 years. Before this, there was Dwapara Yuga, 800,000 years, and before that, there was Treta Yuga, 1,200,000 years. Thus, some 2,005,000 years ago, Manu spoke Bhagavad Gita to his disciple and son Maharaja Ikshwaku. അപ്പോൾ കണക്ക് പ്രകാരം മനു തന്റെ പുത്രനായിട്ടുള്ള ഇക്ഷ്വാക്കു മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത് ഏകദേശം 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭഗവത്ഗീത. അപ്പൊ അതിലും എത്രയോ മുമ്പിലാണ് ഈ ഭഗവത്ഗീത നിർദ്ദേശം മനുവിന് ആര് കൊടുക്കുന്നത്? സൂര്യ ഭഗവാൻ കൊടുക്കുന്നത്. അപ്പൊ അതും ഇവിടെ പറയുന്നുണ്ട്. The age of current Manu is calculated to last some 305,300,000 years, of which 120,400,000 have passed. Accepting that before the birth of Manu, the Gita was spoken by the Lord to his disciple sun god Vivaswan. A rough estimate is that the Gita was spoken at least 120,400,000 years ago. അപ്പോൾ റഫ് കാൽക്കുലേഷൻ പ്രഭുപാദ പറയുന്നത് ഭഗവാൻ സൂര്യഭഗവാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഏകദേശം 120,400,000 years ago. And in human society, it has been extended for 2 million years. നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയിൽ മിനിമം 2 മില്യൺ ഇയേഴ്സ് മുമ്പുണ്ട്. ഇറ്റ് വാസ് റീസ്പോക്കൺ ബൈ ദ ലോർഡ് അഗെയിൻ ടു അർജുന അബൌട്ട് 5,000 years. അപ്പോൾ ഇതൊക്കെ കാലം മാറിയപ്പോ ഇതൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ ഇതുകൊണ്ട് ഈ നിർദ്ദേശം വീണ്ടും അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് യുദ്ധഭൂമിയിൽ. എപ്പോ 5000 വർഷങ്ങൾക്ക് മുമ്പ്. That is the rough estimate of the history of the Gita. അതാണ് ഭഗവത്ഗീതയുടെ ഹിസ്റ്ററി, റഫ് എസ്റ്റിമേറ്റ്. എപ്പോ തുടങ്ങിയത്? ഈ പർട്ടിക്കുലർ മനുവിന്റെ പീരിയഡില്. It was spoken to the sun god Vivaswan because he is also a Kshatriya and his father is father of all Kshatriyas who are descendants of the sun god or the Surya Vamsha Kshatriya. അപ്പോൾ സൺ ഗോഡ് എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ ആണ്, ക്ഷത്രിയന്മാരാണ് വർണ്ണത്തില്. Because Bhagavad Gita is as good as the Vedas, being spoken by the supreme personality of Godhead. This knowledge is apaurushaya, superhuman. അപ്പോൾ ഭഗവത്ഗീത വേദം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇത് ഡയറക്ട്ലി ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. ഈ നോളജിനെ, ഈ ജ്ഞാനത്തിനെ അപൗരുഷേയ. എന്താണ് അപൗരുഷേയ എന്ന് പറഞ്ഞാൽ? സൂപ്പർ ഹ്യൂമൻ, അതായത് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെടാത്തത് ഭഗവാൻ ഡയറക്റ്റ് തരുന്നതാണ്. പുരുഷൻ ആണ് അപൗരുഷേയ, മനുഷ്യനാൽ നിർമ്മിക്കപ്പെടാത്തത്, മനുഷ്യരല്ലാതെ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഭഗവാൻ സ്വയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. Since the Vedic instructions are accepted as they are without human interpretation, Gita must therefore be accepted without mundane interpretation. എങ്ങനെ നമ്മൾ വേദങ്ങളെ യാതൊരു ഇന്റർപ്രിട്ടേഷൻ, ദുർവ്യാഖ്യാനം ഇല്ലാതെ നമ്മൾ അത് സ്വീകരിക്കുന്നു, അതേപോലെ ഈ
ഭഗവത്ഗീതയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ആചാര്യന്മാര് എന്താണോ വ്യാസദേവൻ, ആ വ്യാസദേവൻ ആ പരമ്പരയിൽ വരുന്ന ബോണഫൈഡ് ഒത്തന്റിക് ആചാര്യന്മാരെ എന്താണ് പറയുന്നത്, അത് അതേപടി നമ്മളെ എടുക്കണം, സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീത ഒരു മണ്ടെയിൻ നോളജ് അല്ല, മനുഷ്യരുണ്ടാക്കിയതല്ല. അപൗരുഷേയ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വയം തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് വേദിക് നോളജ്, ഭഗവാന്റെ ശ്വാസത്തിൽ നിന്നാണ് വേദ വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ വേദങ്ങളെ നമ്മൾ മാനിക്കുന്നുവോ അതേപോലെ തന്നെ നമ്മൾ ഭഗവത്ഗീതയും മാനിക്കണം. ഭഗവത്ഗീതയും വേദങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസം നമ്മൾ കാണാൻ പാടില്ല. So the Gita must therefore be accepted without mundane interpretation. The mundane wranglers may speculate on the Gita in their own ways, but that is not Bhagavad Gita as it is. അപ്പോൾ mundane wranglers, അതായത് സെൽഫിഷ് ഇൻട്രസ്റ്റ് ആയിട്ടില്ല, എന്തെങ്കിലും സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ നെയിം ആൻഡ് ഫെയിമിനോ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പല ആൾക്കാരും, അതായത് അഭക്തന്മാർ, ഡിവോട്ടീസ് അല്ലാത്ത ആൾക്കാർ അവരുടെ സ്വന്തം വ്യാഖ്യാനം ഭഗവത്ഗീതയ്ക്ക് എടുക്കും. അപ്പോൾ അത് ബോണഫൈഡ് ആയിരിക്കില്ല. അവരുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ ഇന്റലിജൻസ് ആണ് ആ ട്രാൻസ്ലേഷനിൽ അവിടെ പ്രതിഫലിക്കുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആരുടെയാണോ ഭഗവത്ഗീത ട്രാൻസ്ലേഷൻ വായിക്കുന്നത് അത് വളരെ സൂക്ഷിച്ചു വേണം. അതാണ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന് പ്രഭുപാദ തൻ്റെ വിവർത്തനത്തിന് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് കൊടുക്കാൻ കാരണം. Therefore, Bhagavad Gita has to be accepted as it is from the disciplines succession. പരമ്പരാഗതമായിട്ട് വരുന്ന ആ ഡിസിപ്ലിൻസ് സക്സഷനിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അത് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ആരെങ്കിലും അല്ല സ്പോർട്സ് പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ ഫിലിം പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ വല്ല പൊളിറ്റീഷ്യൻസോ എഴുതുന്ന ഭഗവത്ഗീത നമ്മൾ വായിക്കാൻ പാടില്ല. കാരണം ഭക്തരല്ല, അവരുടേതായിട്ടുള്ള തോട്ട് പ്രോസസ്സും ഇമാജിനേഷനും അതിൽ റിഫ്ലക്ട് ചെയ്യും. അത് ആസ് ഇറ്റ് ഈസ് ആവില്ല, അത് നമ്മളെ മിസ്ഗൈഡ് ചെയ്യും, അതിൻ്റെ വ്യാഖ്യാനം ശരിയാവിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഏത് ഭഗവത്ഗീത വായിക്കുന്നു. പ്രഭുപാദ അമേരിക്കയിൽ പോയ സമയത്ത് ഒരു റിപ്പോർട്ടറോ ഏതൊരു മാതാജി ചോദിച്ചു പ്രഭുപാദ മീറ്റ് ചെയ്തപ്പോ, സ്വാമിജി ക്യാൻ യു പ്ലീസ് സജസ്റ്റ് മീ വൺ ഗുഡ് ഭഗവത്ഗീത വിച്ച് ഐ ക്യാൻ റീഡ് ആൻഡ് റിഫർ ടു. പ്രഭുപാദ ആലോചിച്ച് പറഞ്ഞു, ഐ കനോട്ട് സജസ്റ്റ് എനിത്തിങ്. കാരണം ശരിക്ക് വ്യാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു ഭഗവത്ഗീത അന്ന് അവിടെ ആ രാജ്യത്ത് അവൈലബിൾ ആയിരുന്നില്ല. സോ ഐ കനോട്ട് സജസ്റ്റ് എനി ഭഗവത്ഗീത വിച്ച് ഇസ് ഓത്തന്റിക് എന്നാണ് പ്രഭുപാദ പറഞ്ഞത്. അതിനുശേഷമാണ് പ്രഭുപാദ തൻ്റെ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തത്. സോ ഹി വാസ് അറ്റ് എ ലോസ്. അതായത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. കാരണം ദർ വാസ് നത്തിങ് ഇൻ ദ മാർക്കറ്റ് ദാറ്റ് ഇസ് സോ ഓത്തന്റിക്, ബോണഫൈഡ്. അപ്പോൾ ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഭഗവത്ഗീത, 100 കണക്കിന് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഇതൊന്നും ആസ് ഇറ്റ് ഈസ് അല്ല. ഇത് സം ഇൻഫർമേഷൻ നമുക്ക് കിട്ടും, പക്ഷെ 100% നമുക്ക് അതിനെ റിലേ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ആരുടെ വ്യാഖ്യാനമാണ്? ഭക്തന്മാരുള്ള അഭക്തന്മാരുടെയാണ്. അതുകൊണ്ട് അവരുടേതായിട്ടുള്ള ആ ഇമാജിനേഷൻ, ഊഹാപോഹം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള തോട്ട് പ്രോസസ് എല്ലാം അതിൽ റിഫ്ലക്ട് ചെയ്യും. അത് ശരിയാവാം, ശരിയാവാതിരിക്കാം. അതുകൊണ്ട് നമ്മള് ഡിവോട്ടീസ്, ഭൗതിക തലത്തിലുള്ള യാതൊരു ഇച്ഛയും ഇല്ലാത്ത ഭഗവാന്റെ പൂർണ്ണമായിട്ടും പരിശുദ്ധമായിട്ടുള്ള ഭക്തി മാർഗത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തന്റെ ഇന്റർപ്രിട്ടേഷൻ മാത്രമേ നമ്മൾ വായിക്കാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ആസ് ഇറ്റ് ഈസ് ഭഗവാൻ എന്താണോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ നിർദ്ദേശം നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വിൽ ബി മിസ്ലെഡ്. So therefore, Bhagavad Gita has to be accepted as it is from the disciplines succession. And it is described herein that the Lord spoke to the sun god. The sun god spoke to his son Manu, and Manu spoke to his son Ikshvaku. അങ്ങനെ ഡിസിപ്ലിൻ സക്സഷനിൽ പരമ്പരാഗതമായിട്ട് നമുക്ക് ഈ ഭഗവത്ഗീത ഭഗവാനിൽ നിന്ന് വിവസ്വാൻ സൂര്യഭഗവാനും, സൂര്യഭഗവാനിൽ നിന്ന് മനുവിനും, മനുവിൽ നിന്ന് ഇക്ഷ്വാക്കിനും കിട്ടിയത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും any questions or comments?
ഉം. അപ്പൊ ഈ പറഞ്ഞത് ഏത് യുഗത്തിലെ കാര്യ പ്രഭു? ഈ യുഗല്ല, ഇത് ഈ മില്യണയം. ആ അതായത് ബ്രഹ്മാവിന്റെ ഒരു കൽപ്പത്തില് 71 യുഗ സൈക്കിൾ ഉണ്ട്. ആ ഇത് 28ാമത്തെ യുഗ സൈക്കിളാണ്. ഈ ഓക്കെ 28ാമത്തെ യുഗ സൈക്കിളിലെ 7ാമത്തെ മന്വന്തരാണ് നടക്കുന്നത്. ഈ 7ാമത്തെ ആ. മന്വന്തരത്തില് വിവസ്വാൻ എന്നുള്ള സൂര്യ ആ, സൂര്യവോ പേരിലാണ് സൺഗോഡ്. അതായത് ഭഗവാൻ സൂര്യ ഭഗവാന്റെ പേരാണ് വിവസ്വാൻ. അപ്പൊ ആ സമയത്താണ്. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 12 മണിക്കൂർ. 1000 യുഗ സൈക്കിൾ കൂടിയതാണ് ഒരു യുഗ സൈക്കിള്. അല്ല, ഒരു ദിവസം കൽപ്പ എന്ന് പറയുന്നത്. അപ്പോ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ 14 മനുക്കളാണ്. ഇത് 7ാമത്തെ മനുവാണ്. ഈ 7ാമത്തെ മനുവിന്റെ പീരീഡിലെ കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ കൽപ്പല്ല. ആദ്യത്തെ കൽപ്പത്തിൽ സ്വയംഭുവ മനു, ആദ്യത്തെ ബ്രഹ്മാവിന്റെ ആദ്യത്തെ ദിവസം. പിന്നെ ഈ വിവസ്വാൻ, അതായത് വൈവസ്വത മനുവിന്റെ മുമ്പിലുള്ള മനു ചക്ഷുഷ മനു. അങ്ങനെ 14 മനുക്കളുടെയും പേര് ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ 14 മനുക്കളാണ് വരുന്നത്. ആ 14 മനുക്കളുടെയും പേരുകള് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരു ദിവസം 14 ആണെങ്കിൽ ബ്രഹ്മാവിന്റെ ലൈഫ് സ്പാനില് 504,000 മനുക്കൾ വന്നു പോകും. 504,000. ക്ലിയർ ആയി മാതാജി? അപ്പം ഇത് അർജുനൻ അത് രണ്ടും കൂടെ അർജുനൻ ഉപദേശിക്കുന്നത് ദ്വാപരയുഗത്തില്, അതായത് ദ്വാപരയുഗത്തിന്റെ അവസാനത്തില് 5252 വർഷത്തെയാണ് ഇപ്പൊ ഇന്നത്തെ കണക്കിൽ വന്നത്. ഏകദേശം 5250 വർഷം മുമ്പേ ദ്വാപരയുഗത്തിന്റെ അവസാനത്തെ ആ പീരീഡിലാണ് അർജുനന് ഈ ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിക്കും. കാരണം അപ്പോഴേക്കും ഭഗവത്ഗീത, ആ പരമ്പരാഗതമായി വരുന്ന ഭഗവത്ഗീത എല്ലാം നശിച്ചിരുന്നു. അതിന്റെ ആ നോളജ്, അജ്ഞാനം ഇല്ലാതെയായി. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഭഗവത്ഗീത അർജുനന് പറഞ്ഞു കൊടുക്കാണ്. ആ അർജുനൻ മുഖാന്തരം നമുക്കെല്ലാം ഈ ഭഗവത്ഗീത ഇൻസ്ട്രക്ഷൻ കിട്ടാണ്. അപ്പൊ അങ്ങനെ പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടണം, ഗുരു പരമ്പര. വേറെന്തെങ്കിലും? ഇല്ല ബ്രോ. നമ്മളെല്ലാവരും 100 വർഷം ജീവിക്കുന്നു അല്ലെ? 100 വർഷം നമ്മുടെ ലൈഫ് സ്പാന്. ജീവിക്കുന്നത് ചിലപ്പോൾ 100, 50, 60, 70, 80 ഒക്കെ ആയിരിക്കാം. എസ്പെഷ്യലി കലിയുഗത്തിൽ എല്ലാവരുടെയും ലൈഫ് സ്പാനൊക്കെ കുറയും. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും 100 വർഷമാണ്. പക്ഷേ ബ്രഹ്മാവിന്റെ 100 വർഷവും നമ്മുടെ 100 വർഷവും ഒരു ഉറുമ്പിന്റെ 100 വർഷവും വ്യത്യാസമുണ്ട്. നമ്മുടെ കണക്കിന് ഒരു ഉറുമ്പ് 3 ദിവസം, 4 ദിവസം, 5 ദിവസം ഒക്കെ ജീവിക്കും അല്ലേ? പക്ഷെ അതും അതിന്റെ 100 വർഷമാണ് ജീവിക്കുന്നത്. ആ 3-4 ദിവസം ഉറുമ്പിന്റെ കണക്കിന് 100 വർഷമാണ്. ബ്രഹ്മാവ് 100 വർഷമാണ് ജീവിക്കുന്നത്. പക്ഷെ ബ്രഹ്മാവിന്റെ 100 വർഷം എന്ന് പറഞ്ഞാൽ 30 ബില്യൺ 40 മില്യൺ ഇയേഴ്സ് ആണ്. അല്ല, എത്ര? 311 ട്രില്യൺ 40 ബില്യൺ ഇയേഴ്സ് ആണ് നമ്മുടെ കണക്ക് പ്രകാരം. ബ്രഹ്മാവിന്റെ 100 വർഷം പറഞ്ഞാൽ എത്ര? 311 ട്രില്യൺ 40 ബില്യൺ ഇയേഴ്സ് ആണ് ബ്രഹ്മാവിന്റെ 100 വർഷം നമ്മുടെ എർത്തിലെ കാൽക്കുലേഷൻ അല്ലേ? അതേപോലെ അപ്പൊ നമ്മുടെ 100 വർഷം എന്താണ് നമുക്കറിയാം. നമ്മുടെ 100 വർഷം എന്താണ്? അപ്പൊ ഒരു ഉറുമ്പ് കമ്പയർ ചെയ്യാണ് ഒരു മനുഷ്യന്റെ 100 വർഷം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു ഉറുമ്പ് വിചാരിക്കുകയാണ് ഒരു മനുഷ്യൻ 12,000 വർഷം ജീവിക്കുന്നു. ആരുടെ കണക്ക് പ്രകാരം? ഉറുമ്പിന്റെ പെർസ്പെക്റ്റീവ് നിന്ന്. അപ്പൊ അവർക്ക് അതിശയം, എങ്ങനെ ഒരാൾ 12,000 വർഷം
ജീവിക്കാം. ഉറുമ്പിന് അതിശയം തോന്നില്ലേ? ഒരു ഉറുമ്പ് ഒരു ആനയെ ശരിക്കും ഫുള്ളായിട്ട് കാണാൻ പറ്റുമോ? ഉറുമ്പിന്റെ ആ ഐസൈറ്റ് കാണാൻ പറ്റും. ഒരു ആന മുഴുവൻ ഉറുമ്പെന്താ ആന എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അതിന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ അതിന് പെർസീവ് ചെയ്യാൻ പറ്റില്ല ഈ ആന. അതൊരു വലിയൊരു മൗണ്ടൻ, വലിയൊരു പർവ്വതം എന്നാ തോന്നുള്ളൂ. അപ്പൊ ആ ആന മൂവ് ചെയ്യുമ്പോഴും ഉറുമ്പിനെ തോന്നുന്നില്ല അത് മൂവ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ സെൻസ് പെർസെപ്ഷൻ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ വലിയൊരു ജീവി, ഒരു ആന വലിയൊരു ജീവി, അവർ ഇത്രയും വർഷം ജീവിക്കുന്നുണ്ടെന്ന് ഒരു ഉറുമ്പ്, ഒരു ശാസ്ത്രജ്ഞനായിട്ടുള്ള ഉറുമ്പ് മറ്റ് ഉറുമ്പുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ജീവിയുണ്ട്, വലിയൊരു ജീവിയാണ് ആന അതിന്റെ പേര്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അവർ ഇത്രയും വർഷം ജീവിക്കുന്നു അവരുടെ കണക്ക് പ്രകാരം. അപ്പൊ മറ്റുള്ളവരെ വിചാരിക്കും അതെങ്ങനെയാ നടക്കുക, അങ്ങനെ ഉണ്ടോ, അത് സംഭവിക്കുമോ? അതേപോലെ നമ്മൾ ബ്രഹ്മാവ് 311 ട്രില്യൺ 40 ബില്യൺ ഇയേഴ്സ് ജീവിക്കുന്നു പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നമ്മള് റിലേറ്റീവ്ലി ചിന്തിക്കുന്നത് നമ്മളുടെ ഈ ഏജിന്റെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇത്രയും വർഷം ജീവിക്കുന്നു. അപ്പൊ എല്ലാം നമ്മളുടെ പെർസെപ്ഷനാണ്. ആ പെർസെപ്ഷൻ അനുസരിച്ചാണ് നമ്മുടെ എല്ലാം വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഭൗതിക ലോകത്തിൽ ഉള്ള 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ 4 ഡയമെൻഷൻ അതൊക്കെ മാക്സിമം ഉള്ളൂ. ഇതൊക്കെ ഹയർ ഡയമെൻഷനിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ശാസ്ത്രങ്ങളിൽ നമ്മുടെ ആചാര്യന്മാരും വ്യാസദേവനും അങ്ങനെയുള്ള ആചാര്യന്മാർ, സെയിൻലി പേഴ്സണാലിറ്റീസ് നമുക്ക് പറഞ്ഞ് അതേപോലെ നമ്മൾ വിശ്വസിക്കാനേ പറ്റുള്ളൂ. അവർക്ക് ദിവ്യചക്ഷുണ്ട്, അവർക്ക് വീക്ഷണമുണ്ട്, ആത്മീയ തലത്തിലുണ്ട്. അപ്പൊ അതിനെ നമ്മൾ വിശ്വസിക്കാം. കാരണം വെച്ചാൽ അവർക്ക് അത് വീക്ഷിക്കാനോ അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്, നമുക്കതില്ല. അപ്പൊ അവരെ വിശ്വസിക്കാം. ശങ്കരാചാര്യർ ഇന്നത് പറഞ്ഞു, രാമാനുചാര്യർ ഇന്ന് പറഞ്ഞു, അവർക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, അവർക്ക് അതിനെ മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ബ്രഹ്മസംഹിത ഭഗവാനെ പുകഴ്ത്തിയത്, ശ്രീകൃഷ്ണ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ധാമിനെ എല്ലാം സ്തുതി ചെയ്തത് എങ്ങനെയാണ്? തന്റെ മെഡിറ്റേറ്റ്, അതായത് ആ ധ്യാനാവസ്ഥയിൽ ഭഗവാൻ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാനെ പുകഴ്ത്തുകയാണ്, അങ്ങനെ ഭഗവാനെ പുകഴ്ത്തുന്നു. അപ്പോൾ ധ്യാനാവസ്ഥയിൽ ആ കംപ്ലീറ്റ് സ്പിരിച്വൽ അബോർഡിനെ കാണിച്ചു കൊടുക്കുകയാണ്. അതേപോലെ അർജുനും ആ സ്പിരിച്വൽ വിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അർജുനും കാണാൻ പറ്റുന്നു, വിരാട് രൂപം കാണാൻ പറ്റുന്നു, അല്ലെ? നമുക്ക് ആ സ്പിരിച്വൽ വിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയുന്നില്ല. അപ്പൊ എല്ലാം റിലേറ്റീവ് ആണ്. എന്താ മാതാജി പറഞ്ഞ? മനസ്സിലായി പ്രഭു, മനസ്സിലായി. ഓരോരുത്തരുടെ സെൻസ് പെർസെപ്ഷന്റെ ആശ്രയിച്ചിരിക്കും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മളുടെ സെൻസ് പെർസെപ്ഷന് മുകളിലുള്ള കാര്യങ്ങൾ നമ്മൾ അത് നിഷേധിക്കല്ല ചെയ്യുന്നുണ്ടത്. അപ്പോ എന്താണ് മറ്റുള്ള ആചാര്യന്മാര്, ഓതന്റിക് ആൾക്കാരെ എന്താ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. അപ്പൊ ഇവിടെ അറ്റ്മോസ്ഫിയർ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, ഒരുപാട് അമീബ, ഒരുപാട് ഇൻസെക്ട്സും കാര്യങ്ങളും നമുക്ക് നമ്മളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ എന്താ ജീവജാലങ്ങൾ ഇല്ല എന്നാണോ? ഇല്ല, അങ്ങനല്ല. ഒരുപാട് ജീവജാലങ്ങൾ ഈ അറ്റ്മോസ്ഫിയർ ഉണ്ട്, നമുക്കത് കാണാൻ പറ്റില്ല, നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റില്ല, അല്ലേ? അതേപോലെ തന്നെ ബ്രഹ്മാവിനെ കാണാനുള്ള ആ പെർസെപ്ഷൻ നമ്മുടെ കണ്ണുകൾക്കില്ല. പക്ഷെ ബ്രഹ്മാവ് ഇല്ല എന്ന് പറയാൻ പറ്റും? ഇല്ല. ബുദ്ധിയെ കാണാനുള്ള ആ ഒരു പെർസെപ്ഷൻ നമുക്കില്ല, ബുദ്ധി എന്നുള്ള ആ ഒരു എലിമെന്റ്. അതുകൊണ്ട് നമുക്ക് ബുദ്ധി ഇല്ല എന്ന് പറയാൻ പറ്റും? ഇല്ല. ചിലതൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള അതൊന്നും നമ്മളുടെ സെൻസറി പെർസെപ്ഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ. അപ്പൊ അതെല്ലാം നമ്മളുടെ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ മാതാജി, ക്ലിയർ ആയോ? ക്ലിയർ ആയി പ്രഭു. ഓക്കെ, വേറെ എന്തെങ്കിലും?
എന്തായാലും ഇവിടെ നിർത്താം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णवदेव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे. ഹരേ കൃഷ്ണ പ്രഭു.